പത്തനംതിട്ടയിൽ സബ് രജിസ്ട്രാറെ ഫോണിൽ തെറി വിളിച്ചും ഭീഷണിപ്പെടുത്തിയും അഭിഭാഷകനായ KJ മനുവാണ് സബ് രജിസ്ട്രാർ അനിൽകുമാറിനെ തെറി വിളിച്ചത്. റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചതും അഭിഭാഷകൻ തന്നെയാണ്. മകന്റെ വിവാഹം രജിസ്റ്റർ ചെയ്ത സമയത്ത് സംശയങ്ങൾ ഉന്നയിച്ചതാണ് പ്രകോപനത്തിന് കാരണം. നിനക്കൊരു അന്തസ്സുണ്ടോടാ? ഞാൻ അവിടെ എന്റെ മോന്റെ കല്യാണത്തിന് അവിടെ വന്നാ നിന്റെ അഹങ്കാരം അവിടെ ചെയ്യാൻ കണ്ടതാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോ ബുദ്ധിമുട്ടാവരുന്ന് എഴുതി പറഞ്ഞതാ. നിന്നെ അവിടെ എനിക്ക് അടിക്കണോ തോന്നിയാ എനിക്ക് അടിയാൻ തരും. നിനക്ക് ഞാൻ പണി തരുവാ. ID കാർഡിൽ ഇങ്ങനെയല്ലയോ കിടക്കുന്നതല്ല ഞാൻ ചോദിച്ചോളൂ. ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഞാൻ പറയുന്ന പോലും മൈൻഡ് ചെയ്യാതെ നീ എന്റെ മോന്റെ അടുത്ത് കിടന്ന് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാ. നീ മര്യാദയ്ക്ക് ഇടപെട്ടോ. നീ അവിടെ നിന്ന് ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. നിന്നെ ഞാൻ അവിടെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യും. ശ്രീരാജ് ബാബുവാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്രീരാജ്, അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? പത്തനംതിട്ട കോടതിയിലെ അഭിഭാഷകനായ KJ മനുവിന്റെ മകന്റെ വിവാഹ സംബന്ധമായി ഹാജരാക്കിയ ചില രേഖകളിലെ പേരിലെ വ്യത്യാസം കണ്ടാണ് ഈ പത്തനംതിട്ട സബ് രജിസ്ട്രാർ അനിൽകുമാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ശേഷം അതിൽ പ്രകോപിതനായ അനിൽകുമാർ വിളിച്ചതിൽ പ്രകോപിതനായ KJ മനു രാത്രി മദ്യപിച്ച ശേഷം ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ രാവിലെ ഈ മദ്യപിച്ചതിന്റെ കെട്ടിറങ്ങിയ ശേഷം ഇദ്ദേഹം തന്നെ പ്രചരിപ്പിച്ച ഓഡിയോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഡിലീറ്റ് ആക്കിയിരുന്നു. ഈ കോള് റെക്കോർഡ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കുകയായിരുന്നു ഇദ്ദേഹം. ഈ KJ മനു സ്ഥിരം ക്രിമിനൽ നടപടികളിൽ ഏർപ്പെടുന്ന ഒരാളാണ്. മുൻപ് പത്തനംതിട്ടയിലെ ജഡ്ജിയെ ഫോണിൽ വിളിച്ച് തെറി വിളിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും അടക്കം ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 11ഓളം കേസുകൾ നിലവിൽ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റേഷനിലെ റൗഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ട 30 പേരിൽ ഒരാളാണ് ഈ അഭിഭാഷക പരിഷത്ത് നേതാവ് കൂടിയായ ഈ KJ മനു. എന്തായാലും ഇങ്ങനെ മദ്യപിച്ചതിന്റെ പുറത്താണ് ഇദ്ദേഹം രാത്രി തെറി വിളിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ മദ്യപിച്ച കെട്ടിറങ്ങിയപ്പോൾ രാവിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം തന്നെ ഷെയർ ചെയ്ത ഓഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ആക്കുകയും മാപ്പ് പറയുകയും കൂടി ചെയ്തു ഈ അഭിഭാഷക പരിഷത്ത് നേതാവ് കൂടിയായ KJ മനു. സ്വാതി. ശരി ശ്രീരാജ്.